ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത ഒരു സീരീസാണ്. ഒരു ഹിന്ദി സീരീസാണ്, മൾട്ടി ഓഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. സത്യസന്ധനായിട്ടുള്ളൊരു പത്രപ്രവർത്തകനായിരിക്കും നമ്മുടെ നായകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത്. തൻ്റെ ബിസിനസ്, അതായത് ഒരു പത്രസ്ഥാപനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ തൻ്റെ ഭാര്യയെ ഒന്നും ശ്രദ്ധിക്കാൻ, തൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കാൻ ഇദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ളവരല്ലേ, നമ്മുടെ വീട്ടിൽ എവിടെ പോകാനാണ്, നമ്മുടെ വീട്ടിലുള്ളവരല്ലേ എവിടെ പോകാനാണ്, അത് നമുക്ക് സ്വന്തമല്ലേ, ആ ഒരു ചിന്താഗതിയായിരിക്കും നമ്മുടെ നായകന്. പക്ഷെ ഒരു ദിവസം തൻ്റെ ഭാര്യയോടൊപ്പം വീട്ടിൽ മറ്റൊരാളെയും കൂടി ഇദ്ദേഹം കാണാനിടയാവുകയാണ്. വേറൊരു റിലേഷൻ, പിന്നെ ഭാര്യയ്ക്ക് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുകയാണ്. പക്ഷെ അതൊരു ജിഗോളയായിരിക്കും. ജിഗോള പറഞ്ഞാൽ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം നമുക്ക്, ഒരു ജിഗോളയായിരിക്കും. അപ്പം പിന്നെ ഈ ഒരു സംഭവം അറിഞ്ഞതോടുകൂടി ഭാര്യയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകനും ഒരു ജിഗോളയാവാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് എന്നുള്ളതാണ് ഈ സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഏകദേശം 40-45 മിനിറ്റുകൾ അടങ്ങുന്ന 9 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 6.5 മണിക്കൂറാണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലൊക്കെ ഈ സീരീസ് അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വിനീത് കുമാർ സിംഗ്, രാജ്ശ്രീ ദേശ്പാണ്ഡെ, തരുക് റെയ്ന എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഒരു സീരീസ് മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 എപ്പിസോഡ് കിടിലായിരുന്നു, നല്ല അടിപൊളിയായിട്ടായിരുന്നു ആദ്യത്തെ 3 എപ്പിസോഡ് പോയിട്ടുള്ളത്. സെക്സ്വൽ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ കാണിക്കാൻ പറ്റിയ ഒരു സീരീസ് കൂടിയായിരുന്നു. ആ ഒരു കഥ പറയുന്നത് അങ്ങനെയാണ്, പക്ഷെ വളരെ നീറ്റായിട്ടാണ് അവർ ഈ സംഭവം എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യത്തെ 3 എപ്പിസോഡ് നല്ല രീതിയിലാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ മിഡിലിൽ വരുന്ന കുറച്ച് എപ്പിസോഡുകൾ ഒന്ന് വലിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റിലേക്കുള്ള എപ്പിസോഡുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ലാസ്റ്റ് ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ലാസ്റ്റിലുള്ള എപ്പിസോഡുകൾ കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ്. പിന്നെ അടുത്തൊരു സീസണിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസുകളൊക്കെ കൊള്ളാമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ലെവൽ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു 9 എപ്പിസോഡുകൾ എന്നുള്ളത്. പക്ഷേ ഈ 9 എപ്പിസോഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു 6 എപ്പിസോഡുകളിൽ ഈ ഒരു സീരീസ് തീർക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 6.5 മണിക്കൂറിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ. പക്ഷെ അത്രയും വേണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നുകൂടി ഷോർട്ടാക്കാമായിരുന്നു. പക്ഷെ അടിപൊളി സീരീസ് തന്നെയാണ്. പക്ഷേ ഇതേപോലെ തന്നെ വേറൊരു സീരീസ് വന്നിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് വന്നിരുന്നു. ത്രിഭുവൻ മിശ്ര CA ടോപ്പർ എന്ന് പറഞ്ഞൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നു. കിടില ഇതേ കൺസെപ്റ്റിൽ, ഈ ജിഗോള കൺസെപ്റ്റിൽ വന്നൊരു സംഭവമായിരുന്നു. കിടിലൻ സീരീസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്ത് പോലും ഈ ഒരു സീരീസ് എത്തിയിട്ടില്ല. എന്നാലും ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു സീരീസാണ് രംഗി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് എന്നുള്ളത്. ത്രിഭുവൻ മിശ്ര CA ടോപ്പർ എന്ന് പറഞ്ഞ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. കിടില സീരീസാണ്. എന്തായാലും ജസ്റ്റ് വാച്ചബിൾ സീരീസ് ആയിട്ടാണ് ഈ ഒരു രംഗി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഡബ്ബിംഗ് ഒന്നും കുഴപ്പമില്ല, മലയാളം ഡബ്ബിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.